അപ്പോൾ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺസ്. നോർമൽ നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ച് ചെയ്യാറില്ല, പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ 12,000 10,000 രൂപ ആ റേഞ്ചൊക്കെ ആയിരിക്കും അധിക പേര് നോക്കാറ്. അപ്പം എനിക്ക് തോന്നി ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റായിട്ട് കുറച്ചധികം ഫോൺസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടോപ്പായിട്ടുള്ള 4 ബെസ്റ്റ് ഫോൺസ് അണ്ടർ 12K 12,000 രൂപ റേഞ്ചിലുള്ള ബെസ്റ്റായിട്ടുള്ള 4 ഫോൺസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ പൊസിഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. 4 ഫോൺസ് പറയും, 4 ബ്രാൻഡിൻ്റെ ഫോൺസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് നോക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റിവ്യൂസും കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ ഫോൺ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി F15 എന്ന ഫോണാണ്. F15 5G. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫോണാണ്. പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ്. കാണാൻ നല്ല പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പിന്നീട് 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സൂപ്പർ AMOLED പ്ലസ് 90 Hz എന്നുള്ള ആ ഒരു ബെസ്റ്റായുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് ഈ ഒരു 12,000 രൂപ റേഞ്ച് കിട്ടുന്നുണ്ട്. ഇനി ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, 5 MP അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 2 MP മാക്രോ ക്യാമറയും റിയറിൽ കൊടുത്തിട്ടുണ്ട്. 13 MP സെൽഫി ക്യാമറ വരുന്നത്. പെർഫോമൻസ് ആണെങ്കിൽ മിയാടെക് ഡൈമെൻസിറ്റി 6100 പ്ലസ് എന്ന പ്രോസർ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 3,16,000 എബോ ആയിട്ടാണ് ആൻറ്റു സ്കോറൊക്കെ തന്നെ വരുന്നത്. നല്ല പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. സാംസങ്ങിൻ്റെ ഒക്കെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി F50 5G എന്നുള്ളതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റായുള്ള ഓപ്ഷൻ തന്നെയാണ്. അതിലൊരു യാതൊരു സംശയം പറയാനില്ല. സാംസങ്ങിൻ്റെ ഒരു ബെസ്റ്റ് ഫോണാണ്. ദെൻ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ 12X അല്ലെങ്കിൽ റിയൽമി നാസോ 70X. രണ്ടും സെയിം തന്നെയാണ്. റിയൽമി 12Xൻ്റെ ഒരു റീബ്രാൻഡഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന നാസോ സീരീസിൽ ഇറക്കിയ മറ്റൊരു ഫോണാണ് നാസോ 70X എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്ന് പോയിട്ട് കാണാം. ഇതിന് ശേഷം വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാത്തവരൊന്നും പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ് വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നീട് 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MP മാക്രോ ക്യാമറ വരുന്നുണ്ട്. 8 MP സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് പറ്റി പറയുകയാണെങ്കിൽ മിയാടെക് ഡൈമെൻസിറ്റി 6100 പ്ലസ് എന്ന പ്രോസർ തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ചുമാർക്ക് സ്കോർ എന്ന് പറയുന്നതും 3,16,000 എബോ ആയിട്ടാണ് വരുന്നത്. നേരത്തെ സാംസങ് ഫോണിൽ പറഞ്ഞ അതേ സെയിം ആയിട്ടുള്ള ചിപ്പ് സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിലും വരുന്നത്. സോ ദെൻ ബാറ്ററി 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അത് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ. സാംസങ് 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇൻ ദ ബോക്സും വരുന്നുണ്ട്. സോ റിയൽമിയുടെ ഈ 2 ഫോൺ അതിൽ ഏതെടുത്താലും സെയിം തന്നെയാണ്. ഡിസൈൻ്റെ കാര്യത്തിൽ ചെറിയൊരു വരയും കുറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമേ ഉള്ളൂ. ബാക്കി ബേസിക്കലി ഒരു കവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 ഫോണും സെയിം തന്നെയാണ്. അപ്പോൾ 2 ഫോണിൽ ഏത് ഫോൺ എടുത്താലും ഇറ്റ്സ് ബെറ്റർ ആണ്. രണ്ടും സെയിം തന്നെയാണ്. വലിയ ഒരു മാറ്റവും പറയാനില്ല. ഡിസൈൻ്റെ കാര്യത്തിൽ മാത്രമേ മാറ്റം പറയാനുള്ളൂ. അപ്പം റിയൽമിയുടെ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ ഈ ഒരു 12X തന്നെയാണ്. 12X നാസോ 70X. ദെൻ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോറോള ഫോണാണ്. മോട്ടോ G34 5G. ഈ ഒരു ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസൈൻ അല്ല വരുന്നത്. ഇക്കോ ലെതർ, ബേസിക്കലി പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇക്കോ ലെതർ എന്ന ആ ഒരു രീതിയിലുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലുള്ള ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. ഡിസൈൻ അല്ല, ബിൽഡാണ് വരുന്നത്. ഡിസ്പ്ലേ ആണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD IPS LCD ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 15 MB പ്രൈമറി ക്യാമറ, 2 MP മാക്രോ, 16 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന ഒരു 5G ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. 5G ഇതെല്ലാം 5G ഫോൺ തന്നെയാണ്. അപ്പം പ്രോസറാണ് വരുന്നത്. കുറച്ച് പഴയ പ്രോസറാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. നോർമലായിട്ടുള്ള പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ്. ദെൻ ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഒരു നോർമൽ ചാർജിങ് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. സോ മോട്ടറോളയുടെ ഒരു നോർമൽ ബേസിക് ആയിട്ടുള്ള ഫോണാണ്. മറ്റ് ഫോണൊക്കെ ആയിട്ട് കമ്പയർ സമയത്ത് എല്ലാ രീതിയിലും ഒരു വലിയ സ്പെക്കോ കാര്യങ്ങളൊന്നും ഈ ഒരു ഫോൺ വരുന്നില്ല. സോ ഇറ്റ്സ് ഓക്കെ ആയിട്ടുള്ളൊരു നോർമൽ ആയിട്ടുള്ള ഫോൺ മാത്രമാണ്. ഇനി ലാസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ M6 Pro 5G എന്ന ഫോണാണ്.
ഇതിൽ നമുക്ക് ഗ്ലാസിൻ്റെയാണ് ബാക്ക് ബിൽഡായിട്ട് വരുന്നത്, ഗ്ലാസ് ബാക്കാണ് വരുന്നത്. പിന്നെ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD IPS LCD വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 15 MB പ്രൈമറി ക്യാമറ, 2 MB ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട്. 8 മെഗാ സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് Qualcomm സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 എന്ന പ്രോസറാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ആൻഡ് ടു ബെഞ്ച് സ്കോർ പറയുകയാണെങ്കിൽ 4,14,000 എബോ ആയിട്ടാണ് വരുന്നത്. ഈ പറഞ്ഞ 4 ഫോണിലും ഏറ്റവും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു പോക്കോ ഫോണാണ്. ഗെയിമിങ്ങിനാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ആ ഒരു നോർമൽ ചാർജിങ് മാത്രമേ വരുന്നുള്ളൂ. ഇറ്റ്സ് ബേസിക് ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഇറ്റ്സ് ഒരു എൻട്രി ലെവൽ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് ഓക്കെ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം ഒരു നോർമൽ സെറ്റപ്പ് മാത്രമേ വരുന്നുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പം ഇതാണ് 12,000 രൂപ റേഞ്ചിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.